ഈ മഴ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ കൊച്ചിലെ എനിക്ക് മഴ പെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്താ കാര്യം എന്നറിയോ? മഴ പെയ്ത് ഒരുപാടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മുറ്റത്തൊക്കെ വെള്ളം കയറും. മുറ്റത്തൊക്കെ വെള്ളം കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നറിയാമോ? വെള്ളം കയറുന്ന ടൈമിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകത്തില്ലെങ്കിലും ഈ വെള്ളം തിരിച്ചിറങ്ങി പോകുമ്പം ഭയങ്കര ചള്ളിയും അളുമ്പയും ഈ വിര അറിയാവോ, അതുമൊക്കെ ആയിരിക്കും മുറ്റത്ത്. അപ്പം നമുക്ക് ആ ഒരു ഫിയർ. പിന്നെ മുറ്റത്തൊരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നല്ല വെയിൽ വരാതെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് മുറ്റത്തിറങ്ങാതെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ മഴ പെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോഴും വീട്ടിൽ മുറ്റത്ത് വെള്ളം കയറും. പക്ഷെ നമ്മൾ മുകളിലോട്ട് ഒക്കെ ഇറക്കിയത് കൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു 2-3 വട്ടം നമ്മുടെ വീട്ടിനകത്ത് വെള്ളം വരെ കയറിയിട്ടുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിനകത്ത് വെള്ളം കയറി കഴിയുമ്പോഴത്തെ നമ്മുടെ അവസ്ഥ. അത് അങ്ങനെ അനുഭവം ഇല്ലാത്തവർക്ക് അതിനെപ്പറ്റി അതിനെപ്പറ്റി തിങ്ക് ചെയ്യാൻ പോലും അറിയത്തില്ലായിരിക്കും. പക്ഷെ അത് അനുഭവിച്ച് കഴിയുന്നവർക്ക് അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അതായത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റാതെ നമ്മൾ കട്ടിലേ തന്നെ ഒരു ദിവസം ഫുള്ളൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അതിപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടല്ല, താഴ്ന്ന സ്ഥലത്തായിരുന്നു നമ്മുടെയൊക്കെ വീട്. നമ്മുടെ ആ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറുമായിരുന്നു. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ എനിക്കൊരു പേടിയുണ്ട്. ഒരുപാട് മഴ പെയ്യുമ്പം അത് കണ്ടോ, ഇങ്ങനെ ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം കാറ്റൊക്കെ അടിച്ച് എന്താ പറയുക, നമ്മുടെ ഈ സപ്ലൈ ഒക്കെ കട്ടായി കഴിഞ്ഞ് 2 ദിവസമൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ കൊച്ചിൽ ഒരു വട്ടം ഭയങ്കര കാറ്റൊക്കെ അടിച്ചിട്ട് കറണ്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറണ്ട് തിരിച്ചു വന്നതൊരു രാത്രി 8 മണി ടൈമിലായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഓടിപ്പോയി TV വെച്ച് അതാക്കണ്ട. 2 ദിവസം ഫുള്ള് TV കണ്ടില്ല, ഫാനിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മഴ കാണുമ്പോൾ ആ പഴയ പേടി അങ്ങ് മാറി. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഇപ്പോഴും എനിക്ക് മഴയെ പേടിയാണ്. ഇഷ്ടമുണ്ട്. ചിലരൊക്കെ പറയുമല്ലോ, കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലെങ്കിൽ മഴ നല്ല രസമാണ് നമുക്ക് കാണാൻ. പക്ഷേ ചിലർക്ക് മഴ ഇന്നും ഒരു പേടി സ്വപ്നമാണ്. എനിക്കും പേടിയാട്ടോ.